ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. തിങ്കളാഴ്ച വൃശ്ചിക മാസം തുടങ്ങാണ്, നോയമ്പുകാലമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും മാല ഇടുന്നവരാണ് കേട്ടോ, എല്ലാ കൊല്ലവും പോകുന്നവരാണ്. അപ്പോൾ ഇന്ന് 2 ദിവസം മുമ്പേ, ഇപ്രാവശ്യം 2 ദിവസം മുമ്പേ അച്ഛൻ മാല ഇടുന്നുണ്ട് കേട്ടോ. അച്ഛന് കെട്ടുന്നവരൊക്കെ പോകുന്നതുകൊണ്ട് അപ്പം ശനിയാഴ്ച അച്ഛൻ മാല ഇടാൻ പോവാണ്. അപ്പം പെട്ടെന്നുള്ളൊരു ക്ലീനിങ് ആണ്. അമ്മന്ന് ലീവാണ്. അപ്പം ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കാനുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ക്ലീനിങ് തുടങ്ങുകയാണ് കേട്ടോ. എൻ്റെ പിന്നാലെ തന്നെ ആരും ഉണ്ട് കേട്ടോ. ആരും എന്തെങ്കിലും ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ പിന്നാലെ തന്നെ നടക്കും. അവനും എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ എടുത്തു തരണം. എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അമ്മമാരെന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അവരുടെ പിന്നാലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അവരിങ്ങനെ സഹായിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. പൊടി തട്ടുമ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് എങ്ങോട്ടും നിൽക്കുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തുമ്മി ഇരിക്കുക. അവൻ എൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ എപ്പോഴും. അവിടെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട്. ചൂലെടുത്താൽ അവൻ അപ്പം അടിച്ചു വരണം. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല പൊടി ഉണ്ടായിരുന്നു. കുറേ ആയിട്ട് മാറാലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പൊടി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പണിക്ക് പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി നടക്കില്ല. അതായത് ഇവനിങ്ങനെ പിന്നാലെ നടക്കും. അപ്പോൾ എനിക്ക് എല്ലാ പണിയും കൂടി ഒരുമിച്ചെടുക്കാൻ കഴിയില്ല. ഇതിപ്പോൾ അമ്മ ഉള്ളതിനോണ്ട് ഞാൻ അകമൊക്കെ വൃത്തിയാക്കുമ്പോൾ, ഞങ്ങളുടെ അകമൊക്കെ വൃത്തിയാക്കുമ്പോൾ അമ്മ അപ്പുറത്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പണി പെട്ടെന്ന് തീർന്നത്. എല്ലാം കൂടി ഞാൻ എടുക്കുമ്പോൾ നടക്കില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ കൂടെ പോയി ഇരിക്കണം. ഓരോന്ന് പറയുന്നത് ചെയ്ത് കൊടുക്കണം. മോന് ഫോണ് കുറച്ച് നേരം ഫോണൊക്കെ വെച്ച് കൊടുത്താൽ അവൻ അവിടെ ഇരിക്കും കേട്ടോ. പക്ഷേ ഫോണ് വെച്ച് കൊടുത്താൽ എൻ്റെ വീഡിയോ എടുക്കലും നടക്കില്ല. ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് കേട്ടോ ഷൂട്ടൊക്കെ ചെയ്യൽ. എൻ്റെ ഒരു സാധാരണ നോർമൽ ആൻഡ്രോയിഡ് ഫോണാണ് കേട്ടോ. ഫോണ് റിയൽമിയോ അങ്ങനെ എന്തോ ആണ്. അതിൽ തന്നെയാണ് ഷൂട്ടൊക്കെ ചെയ്യൽ. അപ്പം ക്ലാരിറ്റീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി റെഡിയാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ ആയതുകൊണ്ട് അതിലായിരിക്കില്ല എല്ലാ ഡാറ്റകളും. അതുകൊണ്ട് സ്പേസ് ഇങ്ങനെ ഉണ്ടാവില്ല. ഫാനൊക്കെ കുറച്ച് ദിവസം മുമ്പ് തുടച്ചതാണ് കേട്ടോ. പിന്നെ ഒന്ന് തുടയ്ക്കുന്ന കൂട്ടത്തിൽ നന്നായിട്ട് തുടച്ചതാണ്. ഇത് ഞാൻ തന്നെ വരച്ചതാണ് കേട്ടോ. ഞങ്ങൾ റൂമിലുള്ളതാണ്. ഞാൻ തന്നെ വരച്ചതാണ്. ചെറുതായിട്ടൊക്കെ ഞാൻ വരയ്ക്കും. ഫോട്ടോ നോക്കി വരയ്ക്കുക കേട്ടോ ചെയ്യുക. അല്ലാണ്ട് എനിക്കങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി വരയ്ക്കാനൊന്നും അറിയില്ല. എന്തെങ്കിലും ഫോട്ടോസ് കണ്ടാൽ നോക്കി വരയ്ക്കുകയൊക്കെ ചെയ്യും ചെറുതായിട്ട്. ആദ്യം ഞങ്ങൾ ചാനലിൽ ഇങ്ങനെ ഡ്രോയിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ വ്ളോഗിങ്ങിലേക്ക് മാറിയത് കേട്ടോ. ഡ്രോയിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മോൻ എൻ്റെ പിന്നാലെ നടക്കും. അവനെ ഒരു സ്ഥലത്ത് ഇരിക്കാനോ അല്ലെ എടുക്കാനോ ഒന്നും സമ്മതിക്കില്ല. അവന് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അവന് വേണ്ടി വരും കേട്ടോ പെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിയാഞ്ഞത്, അങ്ങനെ ചെയ്യാൻ കഴിയാഞ്ഞത്. എപ്പോഴും എന്തെങ്കിലും പെയിൻ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവനൊരു വേറെ ബ്രഷും വെള്ളവും പെയിൻ്റൊക്കെ എടുത്ത് കൊടുത്ത് അവനെ അവിടെ ഇരുത്തണം, അവൻ്റെ കൂടെ ഇരുത്തണം. അതുകൊണ്ട് അതങ്ങ് നിർത്തിയത്. ചെറിയ വീടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി കയറും കേട്ടോ. അടിച്ചാൽ പെട്ടെന്ന് പൊടി കയറും. പൊടി മാറാലൊക്കെ പെട്ടെന്നാവും കേട്ടോ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ തട്ടാനൊക്കെ. ഇടയ്ക്കിടയ്ക്ക് തട്ടിയാലും പെട്ടെന്ന് പൊടി കയറും. ബെഡിൻ്റെ മേലെ നെറ്റ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഫാനിൽ നിന്ന് വരുന്ന പൊടി കാണാം. ഈ നെറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. അപ്പം തന്നെ അറിയാം പെട്ടെന്ന് പൊടി കയറും.
ഈ വലിയ വീടുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ അറിയില്ലെന്ന് തോന്നുന്നു. ചെറിയ വീട്ടിലൊക്കെ നമ്മൾ ചെറിയ വീടാണ് കേട്ടോ. അപ്പം വീട്ടിലൊക്കെ പെട്ടെന്ന് പൊടി കയറും. ഒരുപാട് ജനലിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടി. ഇനി ചെതൽ പിടിക്കുന്നുണ്ട്. ഈ എന്താണ് ജനലൊക്കെ ചെതൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ജനലങ്ങ് തുറന്നപ്പോൾ ജനൽ താഴോട്ട് അങ്ങോട്ട് വീണു. ചില്ലങ്ങ് പൊട്ടിയിട്ടോ. ഞാനവിടെ ഫ്രെയിം മാത്രം അവിടെ എടുത്ത് വെച്ചു. എന്താണ് ചെതൽ കയറിയിട്ടേ. അപ്പം ഞാനിങ്ങനെ നല്ല വാറിലങ്ങ് ഉന്തിയതായിരുന്നു. അപ്പം അതങ്ങ് താഴോട്ട് വീണു. കർട്ടനൊക്കെ തിരുമ്പാനിട്ടു കേട്ടോ. എല്ലാം എടുത്ത് തിരുമ്പാനിട്ടു. കർട്ടൻസൊക്കെ എടുത്തു. ഇന്നാണെങ്കിൽ വെയിൽ തീരെ ഇല്ല കേട്ടോ. നല്ല മഴക്കോളുണ്ട്. കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്തായാലും പെയ്യും. ഒക്കെ തിരുമ്പിയിട്ടിട്ടുണ്ട്, ഉണങ്ങത്തില്ല. ഇത് ഞങ്ങളെ കല്യാണമാലയാണ് കേട്ടോ. കല്യാണത്തിന് ഇട്ടിരുന്ന മാല. അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ പോയി കേട്ടോ. അതൊക്കെ ഉണങ്ങിപ്പോയി. കുറേ 4 കൊല്ലമായല്ലോ. ഫ്ലവേഴ്സൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ. 4 കൊല്ലമല്ല 3 കൊല്ലം. ഫ്ലവേഴ്സിൻ്റെ മറ്റേ ഈ പ്ലാസ്റ്റിക് പോലുള്ള സ്ഥലങ്ങൾ മാത്രമാണ് കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. പക്ഷെ എനിക്ക് കളയാനൊരു മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ തന്നെ വെക്കും കേട്ടോ. എന്തെങ്കിലും വൃത്തിയൊക്കെ ആക്കുകയാണെങ്കിൽ അന്നൊക്കെ തട്ടിക്കുടഞ്ഞ് അവിടെ തന്നെ വെക്കും. അതങ്ങനെ ഒരു മെമ്മറി ആണല്ലോ അല്ലേ. അതുകൊണ്ട് കളയാൻ തോന്നിയില്ല. ബെഡ്ഷീറ്റൊക്കെ ഇട്ടത് തന്നെ ഇടാണ് കേട്ടോ. നാളെ അച്ഛന്മാർ പോകുന്നതിന് മുമ്പ് എണീറ്റ് കുളിച്ച് നനച്ച് കുളിക്കും കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. വെറുതെ ഇന്ന് മാറ്റി പിന്നെ നാളെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് അതന്നെ ഇട്ടു. വീഡിയോസ് കാണുന്ന ആരുടെങ്കിലും ഇങ്ങനെ ഈ വെഡ്ഡിങ്ങിൻ്റെ മാല, കഴുത്തിലിട്ട മാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പൊക്കെ പിന്നെ മാലയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ അല്ലേ. അന്നും ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്ത് വെച്ചേനെ. ഇപ്പൊക്കെ നാശമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ മോനെ പ്രസവിച്ചപ്പോൾ ഉള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കിറ്റും, മോൻ്റെ ചെറിയ കരിവളയും, പിന്നെ മോൻ്റെ പുകിട് വീണത്, ഹോസ്പിറ്റലിൽ കയ്യിലിട്ടിരുന്നൊരു നെയിമിൻ്റെ ബാൻഡ് ഉണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രിസർവ് ചെയ്യണം. ഞങ്ങൾ കുറേ ഫോട്ടോസാണ് കേട്ടോ. പല ടൈമിലെടുത്ത കുറേ മെമ്മറീസാണ്. ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. ഇത് ഞങ്ങളെ മോന് വയറ്റിലുള്ളപ്പോൾ എടുത്തിരുന്നതാണ് കേട്ടോ. പിന്നെ വെഡ്ഡിങ് ഫോട്ടോസ്, ഞങ്ങൾ കല്യാണത്തിന് മുമ്പുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഫോട്ടോസ് ഇനിയും ചെയ്യാനുണ്ട്. മോൻ്റെ ബർത്ത്ഡേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇവിടെ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാമല്ലോ. പിന്നെ ഫോണിലാവുമ്പം എപ്പം പോകുമെന്നറിയില്ല. ഇപ്പോൾ എൻ്റെ പഴയ ഫോണ് വെള്ളത്തിൽ വീണിട്ട് ആകെ പോയിട്ടോ. അപ്പോൾ എൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഫോട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒക്കെ പോയി. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് എപ്പോഴും ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പെൻഡ്രൈവിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഒക്കെ. പെൻഡ്രൈവിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പെൻഡ്രൈവും ആകെ പോയിട്ട് അതിൻ്റെ അകത്ത് ഫോട്ടോസ് കിട്ടുന്നില്ല. അതും ഇപ്പോൾ കിട്ടുന്നില്ല. എന്തായാലും ഇങ്ങനൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചതുകൊണ്ട് ഇപ്പം അതെങ്കിലും കാണാനുണ്ട്. സോഷ്യൽ മീഡിയയും ഈ ഫോട്ടോ ഫ്രെയിമിങ്ങൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ കാണാൻ ഭയങ്കര ഉപകാരമാണ് കേട്ടോ.
ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഈ സോഷ്യൽ മീഡിയയിലും എങ്ങനെ പുറത്തുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, എന്താണ് അങ്ങനെ ഇടപെടാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എന്നാലും കുറേയൊക്കെ ബെറ്ററായി കേട്ടോ. ഫോട്ടോസ് ഇടാനും ഒക്കെ. ഒന്നാമത് എനിക്ക് ഫോട്ടോ ഫേസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് എങ്ങനെ എടുത്താലും എനിക്കിഷ്ടപ്പെടില്ല. ഞാൻ പൊതുവേ സെൽഫി വീഡിയോസൊന്നും ഫോട്ടോസൊന്നും എടുക്കാത്ത ഒരാളാണ്. ചിലവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എപ്പോഴും ഫോട്ടോസും മെമ്മറീസായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഞാൻ പൊതുവേ അങ്ങനെ പുറത്തിറങ്ങിയ ഫോൺ എടുക്കാത്ത ഒരാളാണ്. ഇപ്പം ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഇടയ്ക്ക് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച ഫോട്ടോ എനിക്ക് ലാസ്റ്റല്ല, ഇടയ്ക്ക് കാണിച്ചൊരു ഫോട്ടോ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വരപ്പിച്ചതാണ് കേട്ടോ. വരപ്പിച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അത് ഒരു പേപ്പറിലായിരുന്നു, അത് ഞങ്ങൾ ഫ്രെയിം ചെയ്യിച്ചിട്ടോ. അതും ഒരു മെമ്മറിയാണ്. കുറേ മുമ്പുള്ള ഫോട്ടോയാണ് കേട്ടോ. ഇനിയൊക്കെ എടുത്ത് ചുമരിൽ തൂക്കണം. ആരുമാണ് കേട്ടോ ഫോട്ടോ എടുത്തുകൊണ്ട് തരുന്നത്. അവനെടുക്കാൻ പറ്റിയില്ല. അവനിങ്ങനെ എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുത്ത് തന്ന് ഞാൻ അവനോട് വർത്താനം പറയുന്നുണ്ട്. ഇത് മോൻ്റെ ഒരു ഫ്രെയിം ഞങ്ങളിങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഏതാ ഇൻസ്റ്റാഗ്രാം പേജ് എന്നൊന്നും ഓർമ്മയില്ല. ചെയ്യിപ്പിച്ചതാണ്. മോൻ ജനിച്ച സമയത്ത് അവൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഒരു പ്രിസർവേഷൻ പോലെ തന്നെ. എനിക്കിങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തടിച്ച പോലെ തോന്നും. തടിച്ചിട്ടുണ്ട് കേട്ടോ, തടിച്ചിട്ടില്ല എന്നല്ല. ഇപ്പം എനിക്ക് PCODൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതിനുകൊണ്ട് തടി കുറച്ച് കൂടുന്നുണ്ട്. പൊതുവേ കുറയ്ക്കണം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് എന്താ അവസ്ഥ എന്ന് കാണാനൊക്കെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അത് എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ച സമയത്ത് അവിടെ നിന്ന് പോയതാണ് കേട്ടോ. ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം പിന്നെ ഇനി നോമ്പ് വരാൻ പോകുന്നതിനുകൊണ്ട് കുറച്ചൊരു ഫുഡിലൊക്കെ കുറച്ചൊരു കൺട്രോൾ വരും. ഈ പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്കൊക്കെ പോകട്ടോ. പുറത്തുനിന്ന് കാക്ക അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന. ഇനി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡയറ്റും കാര്യങ്ങളും പിന്നെ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ഡയറ്റ് പ്ലാനിൻ്റെ ഒക്കെ കാര്യങ്ങൾ. PCOD ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഭയങ്കര ഒരു സ്ട്രെസ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനൊക്കെ. അല്ലാണ്ട് ഈ ഒരു ഡിപ്രഷനും എന്തൊക്കെയോ ഒരു സ്ട്രെസ്സായിരിക്കും എപ്പോഴും. ഹാപ്പി ആയിരിക്കാൻ കഴിയില്ല. ഈ കാക്ക സമ്മതിക്കുന്നില്ല വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ. റൂമിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു. ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തതോടെ ഇനി കുറച്ച് ഫാനൊക്കെ തുടയ്ക്കാനുണ്ട്, പുറത്തൊക്കെ അടിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് പണിയെടുക്കുന്നുണ്ട് കേട്ടോ.
പുറത്ത് അപ്പുറത്തെ റൂമൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എടുത്താലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഒരുമിച്ച് എടുക്കാൻ നിന്നില്ല. അപ്പോൾ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ. ഫാൻ ആകെ പൊടി പിടിച്ച് കിടക്കാൻ. ഞാൻ പറഞ്ഞില്ല, ചെറിയ റൂം അതിനോട് പെട്ടെന്ന് പൊടി കയറും. റൂം ഉള്ളോട്ടാണെങ്കിലും പക്ഷേ പെട്ടെന്ന് പൊടി കയറും. ഫാന് ഞാൻ മറ്റേ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് എടുത്തിട്ടാണല്ലോ ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പെട്ടെന്ന് തട്ടുമ്പോഴൊക്കെ പൊടി പോകും. പഴയ ബ്രഷാണ് എടുക്കല്. പഴയ ബ്രഷ് തിരഞ്ഞിട്ട് കാണുന്നില്ല. പുതിയതൊന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇടയ്ക്ക് ഞാൻ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ആരും ഇങ്ങനെ ഭക്ഷണത്തിന് കുറേ കച്ചറ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പിന്നെ അവൻ്റെ കൂടെ കഴിച്ചു. ആരും എൻ്റെ പിന്നാലെ നടന്ന് ചോറ് കഴിച്ചപ്പോൾ അവന് കൊടുത്തപ്പോൾ അവൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനി കുളിക്കാൻ പോവാണ്. കുളിച്ച് വരാം. ഇടയ്ക്ക് ആരും ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ആരും എണീറ്റു. കൂടെ കറണ്ടും പോയി. കറണ്ട് പോയതുകൊണ്ട് ബാക്കി വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ അകത്തുള്ള പണിയേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അടുക്കളയിലെ പണികളൊക്കെ ഉണ്ട്. കറണ്ട് പോയി. അതിൻ്റെ കൂടെ നല്ല മഴയാണ് കേട്ടോ. നേരത്തെ മഴക്കാറുണ്ടായിരുന്നു. പണിയൊക്കെ തീർത്ത് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കിടന്നു കേട്ടോ.